അച്ഛാ, നമ്മുടെ കുടുംബത്തിലെ ഈ അനാവശ്യ ചെലവ് നടത്തിയ ചരിത്രം അല്ലാതെ വേറെന്തെങ്കിലും ചരിത്രം പറയാനുണ്ടോ? എന്ന് വെച്ചാൽ ഈ കുടുംബ മഹിമയൊക്കെ പറയാൻ. എന്താ സംഭവം? എന്നിട്ട് അതാ ഞാൻ പറഞ്ഞ അനാവശ്യ ചെലവ് നടത്തിയത് പറയണ്ട. അപ്പൊ ചുരുക്കി പറഞ്ഞ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാന്ന്. ശരി ശരി ശരി, ഞാൻ വിളിക്കാം. അപ്പൊ എന്താ പറഞ്ഞമ്മ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ കുടുംബ മഹിമയൊന്നും ഇല്ലെന്നോ തോന്നുന്നത്. അങ്ങനെ പറയലമ്മ, എവിടെങ്കിലും എന്തെങ്കിലും ഒക്കെ കാണുമായിരിക്കും. അപ്പൂപ്പൻ അറിഞ്ഞൂടാത്താണെങ്കിലോ? അമ്മേ, അമ്മയുടെ കുടുംബത്തിൽ ആരെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? എവിടുന്ന്? എന്റെ അച്ഛൻ പണ്ടൊരു റേഡിയോ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. റേഡിയോയിൽ എങ്ങനെ അഭിനയിക്കാൻ? എടി, നിനക്കറിയത്തില്ലല്ലേ റേഡിയോ നാടകം എന്താന്ന്? എന്ന് വെച്ചാൽ നമ്മൾ ഈ റേഡിയോയിൽ നമ്മൾ ശബ്ദം കൊണ്ട് പ്രസന്റ് ചെയ്യും. ഒച്ച മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് അച്ഛൻ. ഓഹോ, എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞാ പോരായിരുന്നാ? അത് പറഞ്ഞിട്ട് വേണം ഇവിടെ ഉള്ളവരെല്ലാം കൂടെ എന്നെ വാരിയിട്ട് കളിയാക്കാൻ. അമ്മേ, അപ്പൂപ്പനില്ലേ ഏത് സിനിമയിലോ? അല്ല, അവള് പറയട്ടെ. ഏത് മറ്റേ കഥാപാത്രത്തിൽ അഭിനയിച്ചത്? ഇതാണോ എന്റെ മോളത്ര കഷ്ടപ്പെട്ടെ? അതേ, അപ്പൂപ്പനൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു. കൊച്ചി രാജാവ് സിനിമ പോലെ. അത്രക്കൊന്നുമില്ല, ഡയലോഗ് അത്ര ഒന്നും ഇല്ലായിരുന്നു. ഡയലോഗ് കുറവായിരുന്നെങ്കിലും അത്യാവശ്യം മാസൊക്കെ കാണുമായിരിക്കും. ഒത്തിരി മാസമൊന്നുമില്ല, ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അതേത് ഡയലോഗാ? 30 രൂപ. ഇതിനെ കട്ടി ഭേദം പറയാതിരിക്കുന്നതായിരുന്നു. അടാ പോടാ, ഒറ്റ ഡയലോഗുള്ളെങ്കിൽ എന്നാ മോഡുലേഷൻ ആയിരുന്നു അറിയോ? പിന്നെ അമിതാഭ് ബച്ചൻ പറയൂല ഇതുപോലെ. ശരി, അമിതാഭ് ബച്ചൻ പിന്നെ മലയാളി അല്ലായിരുന്നു. ചവിട്ടുന്നുണ്ടോ ഞാൻ പെണ്ണ ചേച്ചി? സോറി ചേച്ചി. അത് പിന്നെ അപ്പച്ചി നേരത്തെ ഈ പലിശരാജുവിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ അതിലങ്ങ് മതി പറഞ്ഞു. അതാണ് ഞാൻ ചേച്ചിയുടെ കാര്യം ലൈറ്റ് ആയിട്ട് അങ്ങ് മറന്നു പോയത്. എന്നാലും നീ എന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞു. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? സമാധാനമായിട്ടല്ല അവസാനിച്ചില്ലേ അല്ലേ? ആര് പറഞ്ഞു അവസാനിച്ചെന്ന്? തുടങ്ങാൻ പോണേ ഉള്ളൂ. ഞാനും അപ്പച്ചി കൂടെ പലതും കുത്തിപ്പോക്കും. ചേച്ചിയുടെ കാര്യം എന്തായി? എന്റെ കുടുംബത്തിന് പറയത്തക്ക വലിയ മഹിമയൊന്നും ഇല്ലടാ. അപ്പൂപ്പൻ റേഡിയോ ചേച്ചി അങ്ങനെ പറയല്ലേ ചേച്ചി. കുറച്ച് ബാക്കിലോട്ട് പോയ ഒരു നോബൽ പ്രൈസിന്റെ വകുപ്പെങ്കിലും കാണും. എന്തിനാ ഇപ്പൊ വേറൊരു പുരസ്കാരം? നാത്തൂൻ തന്നെ ഒരു പുരസ്കാരം അല്ലേ? നാത്തൂന്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം നാത്തൂനാണ്. എന്താ ശിവേട്ടാ ഈ സില്ലി മാറ്റർ, ഈ മത്സരം അങ്ങ് നിർത്തിയേക്ക്. എന്തിനാ വെറുതെ നമ്മൾ വലിച്ചോണ്ട് പോന്നേ? കണ്ടോ പാവം നാത്തൂൻ, മോഹം കണ്ടാലേ അറിയില്ലേ കുടുംബ മഹിമ ഇല്ലാത്തോണ്ട് വിഷമിച്ചിരിക്കുകയെന്ന് അല്ലേ? ചേട്ടാ, അടുത്ത പ്ലാൻ എന്തുവാ? ഇനി ഒരു പ്ലാനും ഇല്ല. 3 കുട്ടികളെ അച്ഛനെന്ന നിലയ്ക്ക് ഞാൻ കുറച്ചുകൂടെ പക്വത കാണിക്കാൻ തീരുമാനിച്ചു. അത് ശരി. അപ്പൊ നമ്മളോട് വളുപ്പ് പറയാൻ നിൽക്കത്തില്ല നെല്ലി? ഞാൻ ഇല്ലടാ, നീ അച്ഛനും ഉണ്ടല്ലോ, നിങ്ങളെ കൊണ്ട് പറ്റും. നല്ലതാ. സമാധാനമായല്ലോ. എന്ത്? അവിടെ ഒരു പാവമാണെങ്കിലും കുടുംബത്തിൽ മഹിമയില്ലെന്നും പറഞ്ഞിട്ട് നിലവിളിച്ചോണ്ടിരിപ്പുണ്ട്. ആരാ? നാത്തൂൻ. രാവിലെ എന്തോന്ന് ഷോ ആയിരുന്നു ഇവിടെ കിടന്ന്. വിട്ടുകളയേട്ടാ, അച്ഛൻ റേഡിയോ നാടകത്തിൽ അഭിനയിച്ചത് മാത്രമേ ആ പാവത്തിന് പറയാനുള്ളൂ. അതപ്പോ? അത് ഞാൻ ആമി വഴി അറിഞ്ഞ ഇൻഫോർമേഷൻ ആണ്. വലിയ സംഭവമൊന്നുമില്ല. റേഡിയോ നാടകത്തിൽ എന്നാ ഒരു ഡയലോഗ് എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. എന്തോന്ന് ഡയലോഗ്? 30 രൂപ. ഇതിനേക്കാൾ പുള്ളിക്ക് ചായ കുടിച്ച് വീട്ടിലിരുന്നാ പറയുന്നത്. അത് വിട്. നിങ്ങൾ ഈ ചളിപ്പ് മത്സരം ഒന്ന് നിർത്തുവോ? പൂജ കണ്ടുപിടിക്കലും പഴശ്ശിരാജ്, അയ്യേ നാണക്കേട്. അല്ല, നാണക്കേടൊന്നുമില്ല. എന്തോ കുറച്ച് ബാലിശമായി പോയി അല്ലേ? ബാലിശം എന്ന് വെച്ചാൽ എന്തുവാ? നിനക്കത് ചേട്ടൻ പിന്നെ പറഞ്ഞു തരും കേട്ടോ. മിണ്ടാണ്ടിരിക്കും കുറച്ചു നേരം. ചേട്ടനൊരു കാര്യം ചെയ്യും, നാത്തൂനെ ചെന്ന് സമാധാനിപ്പിക്കും. എന്നിട്ട് ഈ വീടിന്റെ ഐക്യം തിരിച്ചു കൊണ്ടുപോവാ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചത്, നിനക്ക് ഇവിടെ ഐക്യം ഉണ്ടാക്കാൻ എന്ത് ഇത്ര വെപ്രാളം? എല്ലാരും നിന്നെ പോലെ ആണല്ലോ തുരുമ്പേ. നിർത്തടേ, ഞാൻ പോയി സമാധാനിപ്പിച്ചാ പോരെ? മതി. ഐക്യം. നിനക്ക് ഭയങ്കര വിഷമോന്ന് പൈങ്കിളി പറഞ്ഞു. വിഷമോ? എനിക്കെന്ത് വിഷമോ? വിഷമമുണ്ട്. കണ്ണി നോക്കി അറിയാൻ പറ്റും. നിന്റെ കുടുംബവും അളിയന്റെ കുടുംബവും എന്റെ കുടുംബവും എല്ലാം കണക്ക് തന്നെ. എന്നാ ഞങ്ങള് കുറച്ച് ചളിപ്പ് കളത്തെന്നും പറഞ്ഞു അല്ലേ? അതാണ് നാത്തൂന് അന്തസ്സുള്ളതുകൊണ്ട് നാത്തൂന് അത് പറഞ്ഞില്ല. അതുള്ളത് തന്നെയാ. എനിക്ക് മാതിരി കള്ളത്തരൊന്നും പറഞ്ഞു നടക്കേണ്ട ഒരു ആവശ്യമില്ല. അതെന്നെ ഞാനും പറഞ്ഞേ. നിനക്ക് കള്ളം പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. നിന്റെ അച്ഛന്റെ നേട്ടങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ, നമ്മള് ഫ്ലാറ്റ് ആവൂലേ? എന്ത് നേട്ടം? വേറെ ആരടുത്ത് പറഞ്ഞില്ലെങ്കിലും ചേട്ടത്തി എന്റെ അടുത്ത് പറയായിരുന്നു മോശമായി പോയി. എന്ത്? ചേട്ടത്തിന്റെ അച്ഛൻ സൂപ്പർ സ്റ്റാർ ആണ്. ഇതൊക്കെ അങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? സൂപ്പർ സ്റ്റാർ അല്ലേ? എന്ത് മറച്ചു വെച്ചെന്നു? റേഡിയോ നാടകങ്ങളിലൊക്കെ അഭിനയിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോടാ? നിങ്ങളോട് ഇപ്പൊ ആരാ പറഞ്ഞ? കിളി
നാത്തൂനെ അത് നാത്തൂന്റെ എളിമ കൊണ്ട് നാത്തൂൻ പറഞ്ഞില്ല. എനിക്ക് അഭിമാനം ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു. എനിക്ക് ഇതുപോലെ അഭിമാനിക്കാൻ അവസരം വരും കേട്ടോ, അന്നേരം കാണിച്ചു തരാം. നാത്തൂ എന്തായിരുന്നു ഡയലോഗ് എന്തായിരുന്നു? 30 രൂപയെ അങ്ങനെ എന്തായിരുന്നു അതല്ലേ? അങ്ങനെ എന്തായിരുന്നു 30 രൂപ? നിങ്ങളുടെ കുടുംബത്തിൽ ആരും അതുപോലും പറഞ്ഞില്ലേ? എന്റെ അച്ഛൻ അതെങ്കിലും പറഞ്ഞില്ലേ? അത് ശരിയാ ചേട്ടത്തി. ചേട്ടത്തി നീ വീട്ടിൽ പോയിട്ട് വരുമ്പോഴേ അച്ഛനെ ഒരു ഓട്ടോഗ്രാഫ് മേടിച്ചോണ്ട് തരണം കേട്ടോ. ഇത് ഈ ചെറുക്കനെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? വിളിച്ചോണ്ട് ഓടി. നിങ്ങൾ എന്തിനാ വന്നത്? നാത്തൂനെ സമാധാനിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇത് എന്തു കാണിക്കുന്നത്? സാമ്പ്രാണി നാത്തൂനെ സമാധാനിപ്പിക്കാനെന്നും പറഞ്ഞു വന്നിട്ട് എന്തുവാ കാണിക്കുന്നത്? സമാധാനിപ്പിക്കല്ലേ ചെയ്യണേ? ഇതോ പിന്നെ നമ്മുടെ കുടുംബമൊക്കെ എന്ത് റേഡിയോ നടന്റെ കുടുംബമല്ല കുടുംബം. എന്തോടാ ഇവിടെ പ്രസന്നം? ഇവരെന്റെ അച്ഛനെ കളിയാക്ക അച്ഛമ്മേ. കളിയാക്കിയിട്ടൊന്നും ഇല്ല. നാത്തൂന്റെ അച്ഛൻ നടനായിരുന്നു എന്ന് പറയായിരുന്നു. നിന്റെ അച്ഛൻ നടനായിരുന്നു? ഏത് സിനിമ? സിനിമയല്ല അച്ഛമ്മ, നാടകം. ഏത് നാടകം? ഞാൻ കണ്ടിട്ടുള്ളതാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇത് കണ്ടിട്ടുള്ളതല്ല, പിന്നെ ഇത് കേൾക്കാനുള്ളത് റേഡിയോ നാടകം അല്ലേടാ? കേൾക്കുന്ന നാടകമോ? ആ മുത്തശ്ശി, റേഡിയോ നാടകം. അതിനകത്ത് ഒരു ഒറ്റ ഡയലോഗ് ഉള്ളത് 30 രൂപ. അത് ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട്. ഓഹോ. ആ ഈ ഓട്ടോക്കാരന്റെ സൗണ്ട് പുള്ളിക്കാരൻ തന്നെ കൊടുത്തേ. ഓട്ടോക്കാരന്റെ സൗണ്ടാ? ആ ഓലെ ഓട്ടോയുടെ സൗണ്ട്. ഓട്ടോയുടെ സൗണ്ട് ഞാൻ എടുത്തു തരാം. ഒന്നെടുത്തേ. ചേട്ടെ കറിയോ? കേറ് 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 നടക്കുന്നു. അത് കൊള്ളാം അവിടെ. അത് കൊള്ളാം, നല്ല അറിയാം. അമ്മ എന്താ അമ്മ ഇങ്ങനെ രൂക്ഷമായിട്ട് സീഡികൾ പോലും നോക്കണേ? കാര്യം പറ. സത്യം പറഞ്ഞോണം, അപ്പൂപ്പൻ റേഡിയോ നാടകത്തിൽ അഭിനയിച്ച കാര്യം ആരാ ചെന്ന് അപ്പച്ചിയോട് പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല, ചേച്ചി ആയിരിക്കും. പോടാ, ഇവളായിരിക്കും, ഞാനൊന്നുമില്ല. കണ്ണനാണോടാ അമ്മയോട് പോയി പറഞ്ഞത്? കണ്ണനാണോ? നീയാണോടി? സത്യം പറഞ്ഞില്ലേ കണ്ണിയാ കുത്തി പഠിക്കും വേണേ. ഇതെവിടെ കൊണ്ടുപോകുന്നു? അർജന്റായിട്ടൊരു കാര്യമുണ്ട്. കൊണ്ടുപോയിട്ട് ചാർത്തിയായിട്ട് വളർത്ത്. കൊണ്ടുപോയിട്ട് ചാർത്തിയായിട്ട് വളർത്താൻ.